ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് കളക്ഷനിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോണ കുറച്ച് നല്ല ഹെവി എംബ്രോയിഡറി ചെയ്തിട്ടുള്ള കോട്ടൺ സാരീസ് ആണ്. കോട്ടൺ സാരീസ് എന്ന് പറഞ്ഞാൽ പ്യുവർ കോട്ടൺ ആയിട്ടുള്ള ഓർഗൻഡി സാരിയും അതുപോലെ തന്നെ ചെക്കോട്ടയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇത് ഒന്നും വിത്ത് ബ്ലൗസ് പീസ് അല്ല, 4 സാരിയാണ് നമ്മൾ കാണുന്നത്. 4 ഡിഫറെൻറ്റ് ഷെയ്ഡ്സും ആണ്. ഒന്നും വിത്ത് ബ്ലൗസ് പീസ് അല്ല, പക്ഷെ ഹെവി വർക്ക് ആയിട്ടുള്ള സാരീസാണ്. വളരെ ആ വർക്കിന് നമ്മൾ ഹാൻഡ് എംബ്രോയിഡറി ചെയ്യുന്ന അത്ര ഹെവി വർക്കിനുള്ള സാരീസിൻ്റെ റേറ്റ് നോക്കുകയാണെങ്കിൽ വളരെ ബഡ്ജറ്റിൽ വരുന്ന സാരീസാണ്. എന്ന് വെച്ചാൽ അത്രയും ഹെവി വർക്കുള്ള സാരീസാണ്. അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കാം സാരീസ്. നമ്മൾ ബോട്ടം പ്ലീറ്റ്സിലൊക്കെ വർക്ക് വരുന്ന സാരീസൊക്കെയാണ്. നമ്മൾ കണ്ടു നോക്കിയിട്ട് താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഓരോ സാരീസ് ഡീറ്റെയിൽഡ് ആയിട്ട് കണ്ടു നോക്കാം. ആദ്യത്തെ സാരി തന്നെ ഒരു ബ്ലാക്ക് ചെക്കോട്ട സാരിയാണ്, കോട്ടൺ ചെക്കോട്ടയാണ്. അതിൻ്റെ അകത്ത് നമ്മൾ പിങ്കിൻ്റെ ഡബിൾ ഷെയ്ഡ് ത്രെഡ് യൂസ് ചെയ്ത് കാസ്റ്റോൺ സ്റ്റിച്ചും ബൂളിയൻ നോട്ടും ചെയ്തിരിക്കുന്ന ഒരു ഫ്ലവർ പാറ്റേൺ ആണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനാണ്. ഇതിൻ്റെ അകത്ത് ബ്ലാക്ക് ബ്ലൗസ് ഇടാം, അതല്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രിൻറ്റഡ് ബ്ലൗസ് പീസ് ഇട്ടാലും നല്ലതായിരിക്കും. പിങ്കിൻ്റെ ഫ്ലോറൽ പ്രിൻ്റുള്ള ബ്ലൗസ് പീസ് ഇട്ടാലും നല്ലതാണ്. അപ്പോൾ ഇങ്ങനെയാണ് കാസ്റ്റോൺ സ്റ്റിച്ച് വന്നിരിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈനിങ് ആണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ ബൂളിയൻ നോട്ട് നടുക്ക് ചെയ്തിരിക്കുന്നു, അതിന് ചുറ്റും കാസ്റ്റോൺ സ്റ്റിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഡബിൾ ഷെയ്ഡഡ് ത്രെഡ് ഇട്ടിട്ടാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. ലീവ്സ് ഫ്ലൈ സ്റ്റിച്ചുമാണ് ചെയ്തിരിക്കുന്നത്. നല്ല തിക്കായിട്ട് കൺജസ്റ്റഡ് ആയിട്ട് തയ്ച്ചിരിക്കുന്ന ഒരു പാറ്റേൺ ആണ്. മുന്താണിയുടെ ഒരു വശത്താണ് ഇതുപോലത്തെ പാറ്റേൺ വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് റണ്ണിങ് പോർഷനിൽ ഇതുപോലത്തെ 3 ഫ്ലവർ പാറ്റേണും ലീഫും ആയിട്ട് 2 എണ്ണം വരുന്നുണ്ട് റണ്ണിങ് പോർഷനിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് ചെസ്റ്റിലാണ്. ചെസ്റ്റല്ല, ഷോൾഡർ പ്ലീറ്റിലാണ്. ഞെറിഞ്ഞു കൊടുക്കുന്ന ആ കാണുന്ന ഫസ്റ്റ് പ്ലീറ്റിലാണ് ഇട്ടാണ്. അവിടെ ഇതുപോലെ 3 ഡിസൈനാണ് അടുപ്പിച്ച് വരുന്നത്. ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് അല്ലെങ്കിൽ 1 ഇഞ്ച് ഗ്യാപ്പിലാണ്, ഡിഫറൻസിലാണ് 3 എണ്ണം വന്നിരിക്കുന്നത്. അപ്പോൾ അത് നല്ല തിക്കായിട്ട് വരുന്നുണ്ട് ഡിസൈനിങ്. നല്ല കൺജസ്റ്റഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ബോട്ടം പ്ലീറ്റ്സിൽ ഇൻഡിവിജ്വൽ പാറ്റേൺസ് ഇതുപോലെ ഇൻഡിവിജ്വൽ ഫ്ലവർ പാറ്റേൺസ് ആണ് ബോട്ടം പ്ലീറ്റ്സിൽ വന്നിരിക്കുന്നത്. ഇതുപോലത്തെ 5 പാറ്റേൺസ് ആണ് ബോട്ടം പ്ലീറ്റ്സിൽ വരുന്നത്. ബോട്ടം പ്ലീറ്റ്സിൽ വരുന്നതാണ് ഇതുപോലത്തെ 5 ഡിസൈനാണ് ബോട്ടം പ്ലീറ്റ്സിൽ വരുന്നത്. ഇല്ല, ബ്ലാക്കിൽ ഈ ഒരു കളർ കോമ്പിനേഷൻ വളരെ ബ്യൂട്ടിഫുള്ളാണ്. ഇതിൻ്റെ അകത്ത് ആ പിങ്കിൻ്റെ ഡബിൾ ഷെയ്ഡ് വരുന്ന കാസ്റ്റോൺ സ്റ്റിച്ചും വന്നായിരുന്നു. നല്ല റോസ് ഫ്ലവർ പാറ്റേൺസൊക്കെ നല്ല എടുത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് 5 എണ്ണം വരുന്നത് ബോട്ടം പ്ലീറ്റ്സിൽ. പിന്നെ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ മുന്താണിയിൽ കണ്ടുപോർത്ത് തന്നെ ഒരു ഡിസൈൻ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ സ്റ്റാൻഡിങ് പൊസിഷനിലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് സാരി മൊത്തത്തിൽ വരുന്നത്. മുന്താണിയിൽ ഒരെണ്ണം, ഷോൾഡർ പ്ലീറ്റിൽ 3 എണ്ണം, കാലിൻ്റെ അവിടെ ഒരെണ്ണം വലുത്. റണ്ണിങ് പോർഷനിൽ 2 കുഞ്ഞ് 3 ഫ്ലവർ പാറ്റേൺസ്. പിന്നെ ബോട്ടം പ്ലീറ്റ്സിലാണ്. ബോട്ടം പ്ലീറ്റ്സിൽ ഇതുവരെ ഡിസൈനിങ് വരുന്നുണ്ട് 5 എണ്ണം. അപ്പോൾ ഇങ്ങനെയാണ് മൊത്തത്തിൽ ഇതിൻ്റെ അകത്ത് ഡിസൈനിങ് വരുന്നത്. ഇത് താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്താൽ മതി. റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 2750 ആണ് ഇതിൻ്റെ റേറ്റ്. അടുത്തതൊരു പിസ്ത ഗ്രീൻ ചെക്കോട്ട സാരിയാണ്. അതിൻ്റെ അകത്ത് മുന്താണിയിൽ എൽ ഷേപ്പിൽ ഇതുപോലെ പേർപ്പിൾ കളറിൻ്റെ വയലറ്റും പേർപ്പിളും കളർ ഷെയ്ഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നടുക്ക് വയലറ്റും ചുറ്റും പേർപ്പിൾ ഷെയ്ഡും യൂസ് ചെയ്തിട്ടാണ് എംബ്രോയ്ഡറി ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് വീഡിയോയിൽ പിസ്ത ഗ്രീൻ കളർ സാരിയുടെ കളറ് നല്ലതായിട്ട് കാണുന്നില്ല. ശരിക്കും ആക്ച്വൽ കളറ് പിസ്ത ഗ്രീൻ ആണ് സാരിയുടെ കളറ്. അതിൻ്റെ അകത്താണ് ഈ ലാവൻഡർ ഷെയ്ഡിൽ ഡിസൈനിങ് വന്നിരിക്കുന്നത്. എന്നിട്ട് സ്റ്റെം സ്റ്റിച്ചും ലീവ്സ് ഫ്ലൈ സ്റ്റിച്ചുമാണ് ഇതിൻ്റെ അകത്ത്. 2 കളർ ലീവ്സിന് ഒരു കളറ്, സ്റ്റെമ്മിന് വേറെ കളറ്. ഇതും തിക്കായിട്ട് കൺജസ്റ്റഡ് ആയിട്ട് തയ്ച്ചിരിക്കുന്ന ഒരു ഡിസൈനാണ്. അപ്പോൾ എൽ ഷേപ്പിൽ ഇങ്ങനെ ഒരു ഡിസൈനാണ് മുന്താണിയിൽ. ഈ പിസ്ത ഗ്രീൻ ആൻഡ് ലാവൻഡർ ഷെയ്ഡ്, ഈ പർപ്പിൾ ഷെയ്ഡ് നല്ലൊരു കോമ്പിനേഷനാണ്, കളർ കോമ്പിനേഷനാണ് കേട്ടോ. അങ്ങനെ ഒരു ഡിസൈൻ കഴിഞ്ഞ് റണ്ണിങ് പോർഷനിൽ അതുപോലെ തന്നെ ഒരു ഡിസൈൻ റണ്ണിങ് പോർഷനിലും ഉണ്ട്. അത് കഴിഞ്ഞ് ഷോൾഡർ പ്ലീറ്റിലാണ്. ഷോൾഡർ പ്ലീറ്റിൽ അടുപ്പിച്ച് ഇതുവരെ 3 ഡിസൈനാണ് ചെയ്തിരിക്കുന്നത്. ഒരു ഡിസൈൻ കഴിഞ്ഞിട്ട് 2 ഇഞ്ച് ഗ്യാപ്പ് വിട്ട് അടുത്ത ഡിസൈൻ, അങ്ങനെ 3 ഡിസൈൻസാണ് ഷോൾഡർ പ്ലീറ്റിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ വന്നിട്ട് ഇതിൻ്റെ മെയിൻ ഫോക്കസ് ചെയ്തിരിക്കുന്ന കാലിൽ താഴെ ബോട്ടം ലെഗ് പോർഷനിലാണ്. നല്ല വലുതായിട്ട് ലെഗ് പോർഷനിൽ ചെയ്തിട്ടുണ്ട്. കൺജസ്റ്റഡ് ആയിട്ടുള്ള ലെഗ് പോർഷനിൽ നല്ലോണം ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഈ പറഞ്ഞ വർക്കിൻ്റെ കളറോ അല്ലെങ്കിൽ സാരിയുടെ കളറോ ഇട്ടാൽ നല്ലതായിരിക്കും. നല്ല ഒരു എല്ലാവർക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു കളറാണ് സാരിയുടെ ലൈറ്റ് പിസ്ത ഗ്രീൻ എന്ന്. ഏത് കളർ ടോണുള്ള ആൾക്കാർക്കും ചേരുന്ന ഒരു കളറാണ്. അതിൻ്റെ അകത്ത് ഈ ഒരു കളർ കോമ്പിനേഷനും നല്ല ഒത്തിരി ബ്രൈറ്റ് അല്ല, എന്നാൽ ആവശ്യത്തിന് എടുത്ത് നിൽക്കുന്ന, എംപോസ് ചെയ്ത് നിൽക്കുന്ന ഒരു കളർ കോമ്പിനേഷനായിട്ടാണ് വന്നിരിക്കുന്നത്.
ഇതും റെഡി ഫോർ സെയിലാണ്. ബൂലിയൻ നോട്ട്സ് ഒക്കെ ആയതുകൊണ്ട് ഇതിന് ഈ മെറ്റീരിയൽസ് ഇപ്പം കാസ്റ്റ് ഓൺ സ്റ്റിച്ച്, ബൂലിയൻ നോട്ട് ഇതൊക്കെ ചെയ്യാൻ കുറച്ച് സമയം എടുക്കുന്നതുകൊണ്ട് ഇതിനൊക്കെ റേറ്റ് ബാക്കിയുള്ള വർക്ക്സിനെ വെച്ച് നോക്കുമ്പോൾ റേറ്റ് കുറച്ച് കൂടുതലായിരിക്കും. ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 2500 ആണ് ഇതിൻ്റെ റേറ്റ്. ഇപ്പം നമ്മൾ കണ്ടിരുന്ന 2 സാരീസും കോട്ടൺ ചെക്കോട്ടയാണ്. ഇനി നമ്മൾ കാണുന്ന 2 സാരീസ് ഓർഗൻഡി സാരിയാണ്, കോട്ടൺ ഓർഗൻഡി സാരിയാണ്. അപ്പോൾ ഇത് ഓർഗൻഡി, വൈറ്റ് ഓർഗൻഡി സാരിയിൽ മുന്താണിയിലൊരു നീളത്തിലുള്ളൊരു ഡിസൈനാണ്. ഇത് അത്യാവശ്യം നല്ല നീളമുണ്ട്. ഒരു ഡിസൈൻ തന്നെ വരുമ്പം ഏകദേശം 14 ഇഞ്ച് 15 ഇഞ്ചോളം നീളം ഉള്ള ഒരു ഡിസൈനാണ്. അപ്പോൾ അതിങ്ങനെ ലാവൻഡർ ഷെയ്ഡാണ്. ഇനിയുള്ള ഒരു ലാവൻഡർ കോമ്പിനേഷനാണ് എല്ലാം വന്നിരിക്കുന്നത്. ആദ്യം ഇപ്പോൾ നമ്മൾ ഗ്രീനിൽ ലാവൻഡറും പർപ്പിളും ആണ് കണ്ടത്. ഇതിൻ്റെ അകത്തും അത് ഇതോടെ ലാവൻഡർ ഷെയ്ഡാണ് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. ഷാഡോ വർക്കാണ് ഫ്ലവേഴ്സിന് ചെയ്തിരിക്കുന്നത്. വളരെ നീറ്റായിട്ടുള്ള ഷാഡോ വർക്ക്സാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതേ കണ്ടോ, ഇത് ഇവിടെ സാറ്റിൻ സ്റ്റിച്ചാണ് ചെയ്തിരിക്കുന്നത്. കുറച്ചും കൂടെ വേറെ ഷെയ്ഡ് ലാവൻഡറാണ്, കുറച്ചും കൂടെ ഒരു വ്യത്യാസപ്പെട്ട ഒരു കളറാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് ലൈറ്റ് ലാവൻഡറുമാണ്. നമ്മൾ ബാക്കിത്തെ ലീവ്സും സ്റ്റെമ്മും ചെയ്തിരിക്കുന്നത് ഫാബ്രിക് പെയിൻറ്റാണ്. ഇതിപ്പം ഹാൻഡ് എംബ്രോയ്ഡറിയും ഫാബ്രിക് പെയിൻറ്റിൻ്റെയും ഒരു കോമ്പിനേഷനായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത്. ഇതിൻ്റെ ട്യൂട്ടോറിയൽ അപ്പം ചിലവർക്ക് ഈ ഷാഡോ വർക്ക് ചെയ്യുന്ന ചില ബിഗിനേഴ്സിന് ഒരു ഡൗട്ട് ഉണ്ടാവും, ഈ ഷാഡോ വർക്കിൻ്റെ ഈ കുനിപ്പിൻ്റെ ഇവിടെ വരുമ്പോൾ എങ്ങനെയാണ് അത് ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ അത് ചെയ്യാൻ എങ്ങനെയാണ് തയ്ക്കേണ്ടത് എന്നുള്ളത് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ അതിൻ്റെ ട്യൂട്ടോറിയൽ കാണിച്ചു തരുന്നതായിരിക്കും. അല്ലെങ്കിൽ ഉടനെ തന്നെ അടുത്ത ദിവസം ഏതെങ്കിലും ഒരു വീഡിയോയിൽ നമുക്കത് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ട്യൂട്ടോറിയൽ എങ്ങനെയാണ് ആ ബെൻഡിൻ്റെ അവിടെ ഇങ്ങനെ ബെൻഡ് വരുമ്പം എങ്ങനെയാണ് ഷാഡോ വർക്ക് അതിൽ തയ്ച്ച് പോകണ്ടേ എന്നുള്ളത് നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ ഒരു ഡിസൈൻ മുന്താണിയുടെ ഒരു വശത്ത്, അത് കഴിഞ്ഞിട്ട് റണ്ണിങ് പോർഷനിലില്ല എന്ന് വെച്ചാൽ ഇത് നല്ല നീളത്തിലുള്ള ഡിസൈൻ, അതുകൊണ്ട് റണ്ണിങ് പോർഷനിൽ ചെയ്തിട്ടില്ല. പിന്നെ ഉള്ളത് ഷോൾഡർ പ്ലീറ്റിലാണ്. ഷോൾഡർ പ്ലീറ്റിൽ വന്നിട്ട് ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഫ്രണ്ടിൽ ഫുള്ളും ഒരു വലിയൊരു ഡിസൈനാണ് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നത്. അങ്ങനെ ഒരു ഡിസൈൻ ഷോൾഡർ പ്ലീറ്റിലുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ബോട്ടം പ്ലീറ്റ്സിലാണ്. ഇങ്ങനെയാണ് ബോട്ടം പ്ലീറ്റ്സിൽ വരുന്നത്. ബോട്ടം പ്ലീറ്റിൽ ഒരു സിംഗിൾ ഫ്ലവറും ഇലയും ആയിട്ടാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. ഇങ്ങനെ 4 എണ്ണമാണ് ബോട്ടം പ്ലീറ്റിൽ, റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലും പ്ലീറ്റ്സിലും ആയിട്ട് 4 എണ്ണമാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ബോട്ടം പ്ലീറ്റ്സിലും ചെസ്റ്റിൽ ഷോൾഡർ പ്ലീറ്റിലും മുന്താണിയിലുമാണ് ഡിസൈനിങ് വന്നിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞവരെ ഇത് ഓർഗൻഡി സാരി ആയതുകൊണ്ട് സാരിക്ക് തന്നെ മെറ്റീരിയൽ കോസ്റ്റ് ഉള്ളതുകൊണ്ടും ഇതിൻ്റെ റേറ്റ് ഷാഡോ വർക്കും വരുന്നത് കൊണ്ട് ഇതിൻ്റെ റേറ്റ് അത്യാവശ്യമുണ്ട്. അപ്പോൾ ഇതും റെഡി ഫോർ സെയിലാണ്. താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ റേറ്റ് 2200 ആണ് ഇതിൻ്റെ റേറ്റ്. അടുത്തതൊരു ലാവൻഡർ കളർ സാരിയാണ്. അതും വീഡിയോയിൽ കറക്റ്റായിട്ട് അതിൻ്റെ കളർ ഷെയ്ഡ് വരുന്നില്ല. ലാവൻഡർ കളർ സാരിയിൽ നമ്മൾ എംബ്രോയ്ഡറി ഷാഡോ വർക്കാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ബ്ലാങ്കറ്റ് സ്റ്റിച്ചും ഉണ്ട്, ഫാബ്രിക് പെയിൻറ്റും ഉണ്ട്. എല്ലാം കൂടിയ ഒരു പാറ്റേൺ ആണ് ഇത്. ഇതിനകത്ത് ഇതും അതൊരു ലെങ്തി ആയിട്ടുള്ള ഒരു ഫ്ലോറൽ പാറ്റേൺ ആണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ ഡിസൈനിങ് വന്നിട്ട് ലാവൻഡറിൻ്റെ തന്നെ ഒരു ഡാർക്കർ ഷെയ്ഡും അതുപോലെ തന്നെ വൈറ്റും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഷാഡോ വർക്ക് ചെയ്തിരിക്കുന്നത്. നമ്മൾ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ചെയ്തേക്കുന്ന പിങ്കും പിന്നെ ഒരു മെറൂൺ ഷെയ്ഡും കൂടെ യൂസ് ചെയ്തിട്ടാണ് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് 4 കളേഴ്സാണ് നമ്മൾ പാറ്റേണിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ലീവ്സ് നമ്മൾ ഫാബ്രിക് പെയിൻറ്റുമാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ലെങ്തി ആയിട്ടുള്ള ഒരു ഡിസൈനാണ് മുന്താണിയുടെ ഒരു വശത്ത് വരുന്നത്. ഇതിന് റണ്ണിങ് പോർഷനിൽ ഒരു കുഞ്ഞ് ഡിസൈൻ വെച്ചിട്ടുണ്ട് റണ്ണിങ് പോർഷനിൽ. അത് കഴിഞ്ഞ് ഷോൾഡർ പ്ലീറ്റിലാണ്. ഷോൾഡർ പ്ലീറ്റിൽ ഇതുപോലത്തെ ഡിസൈൻ, ഇത് 12 ഇഞ്ചുണ്ട് ഈ ഒരു പാറ്റേൺ. ഇതുപോലത്തെ 2 ഡിസൈനാണ് അടുപ്പിച്ച് വന്നിരിക്കുന്നത്. ഈ ഒരു ഡിസൈൻ കഴിഞ്ഞിട്ട് ഗ്യാപ്പ് വിട്ടിട്ട് അടുത്ത ഡിസൈൻ, അങ്ങനെ 2 ഡിസൈനാണ് ഫ്രണ്ടിൽ വന്നിരിക്കുന്നത്. അത് ഒത്തിരി ബ്രൈറ്റ് കളർ കോമ്പിനേഷൻ അല്ല, സട്ടിലായിട്ടുള്ളൊരു കളർ കോമ്പിനേഷനാണ്. ഏത് പ്രായമായവർക്കും യോജിക്കാൻ പറ്റിയ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കളർ കോമ്പിനേഷനുമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. സാരിയുടെ കളറാണെങ്കിലും ലാവൻഡറാണ്, അതുപോലെ തന്നെ തയ്ച്ചേക്കുന്നതാണെങ്കിലും ലാവൻഡറിന് ഡാർക്കർ ഷെയ്ഡ്. നമ്മൾ നോക്കുകയാണെങ്കിൽ ശരിക്കും ഒരു പെയിൻറ്റിങ് പോലെയാണ് ഇരിക്കുന്നത്. ഒറ്റയടിക്ക് നോക്കുമ്പോൾ ഇത് വരച്ച് വെച്ചേക്കുന്ന പോലെ തയ്ച്ചതായിട്ട് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. അതിൻ്റെ ബാക്ക് സൈഡ് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെയാണ് അതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത്. വളരെ നീറ്റായിട്ടുള്ളൊരു ഡിസൈനിങ് ആണ് നമ്മുടെ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് സ്റ്റെം നമ്മൾ ഫാബ്രിക് പെയിൻറ്റ് ചെയ്താൽ അതിൻ്റെ സ്റ്റിച്ചിങ് വരുന്നില്ല ബാക്കിൽ. ഇപ്പോൾ ഈ ഫ്ലവേഴ്സ് മാത്രമാണ്, അതിൻ്റെ സ്റ്റിച്ചിങ് മാത്രമാണ് വരുന്നത്. ഇങ്ങനെയാണ് അതൊരു ഡിസൈനിങ് വരുന്നത്. ഇപ്പോൾ 2 ഡിസൈൻ ഫ്രണ്ടിൽ മുന്താണിയിൽ ഒരെണ്ണം റണ്ണിങ് പോർഷനുള്ള അത്രയാണ് നമ്മുടെ ഈ ഒരു സാരിയിൽ വരുന്നത്. ഇതും റെഡി ഫോർ സെയിലാണ്.
താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ റേറ്റ് 2000 റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ നിങ്ങളെല്ലാവരും 4 സാരീസ് കണ്ടല്ലോ. ആ സാരീസിൽ ഓർഗൻഡി സാരിക്ക് എപ്പോഴും റേറ്റ് കൂടുതലായിരിക്കും. നിങ്ങൾ ഓർഗൻഡി സാരി കോട്ടൺ മെറ്റീരിയലുമായിട്ട് കമ്പയർ ചെയ്യുന്ന മെറ്റീരിയൽ റേറ്റ് തന്നെ ഓർഗൻഡിക്ക് എപ്പോഴും കൂടുതലാണ്. ഒത്തിരി വ്യത്യാസമുണ്ട്. 500 റുപ്പീസിൻ്റെ റേഞ്ച് ഡിഫറൻസ് ഉണ്ട്. ഓർഗൻഡി സാരിയും കോട്ട സാരിയും മെറ്റീരിയൽ പ്ലെയിൻ മെറ്റീരിയലിൻ്റെ റേറ്റാണ് പറയുന്നത്. അതുകൊണ്ടാണ് ആ സാരിക്ക് കുറച്ച് റേറ്റ് കൂടുതലായിരിക്കും എപ്പോഴും. പിന്നെ വർക്കിൻ്റേത് ഷാഡോ വർക്ക് ആയാലും കാസ്റ്റ് ഓൺ സ്റ്റിച്ച് ആയാലും കുറേ ടൈം കൺസ്യൂമിങ് സ്റ്റിച്ചസ് ആണ് ഇത് രണ്ട് തയ്ക്കാൻ കുറേ സമയം എടുക്കും. കാസ്റ്റ് ഓൺ സ്റ്റിച്ചിനാണെങ്കിൽ സമയം എടുക്കും, നൂലും എടുക്കും. ഷാഡോ വർക്ക് ആണെങ്കിൽ നല്ലോണം ടൈം കൺസ്യൂമിങ് സ്റ്റിച്ചാണ്. നൂല് കമ്പയർ ടു കാസ്റ്റ് ഓൺ സ്റ്റിച്ച് കുറവാണ്. അപ്പോൾ അതിൻ്റെയൊക്കെയാണ് നമുക്ക് ഈ ഒരു റേഞ്ച് വരുന്നത് സാരീസ്. അപ്പം എല്ലാവരും ഓർക്കും ഇത്രയും വർക്കുള്ളതിന് 2000+ ഇതാണെന്ന് വിചാരിക്കരുത്. ഇതാണ് റീസൺസ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ സാരീസ് വേണമെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു ഡിസ്പ്ലേ ആയിട്ട് നമുക്ക് കാണാം. അതിൽ ബൈ.